നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസ് ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. 5-ാം ദിവസവും ഇറാനിൽ ഇസ്രയേൽ വ്യോമാക്രമണം തുടരുന്നു. മരണം 1000 കടന്നു. കുവൈറ്റിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് 13 വയസ്സുകാരി മരിച്ചു. സൗദി അരാംകോ റിഫൈനറിക്ക് നേരെ വീണ്ടും ആക്രമണ ശ്രമം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയിൽ ഉടലെടുത്തിരിക്കുന്ന ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ സഹായഹസ്തവുമായി റഷ്യ. ശ്രീലങ്കൻ തീരത്ത് ഇറാൻ യുദ്ധക്കപ്പലിന് നേരെ ആക്രമണം. 80 നാവികർ കൊല്ലപ്പെട്ടു. നിരവധി പേരെ കാണാതായി. IRIS ധേന ആക്രമിച്ചത് US അന്തർവാഹിനിയെന്ന് അമേരിക്ക. CPM വിടാൻ ഒരുങ്ങി മുതിർന്ന നേതാവ് G. സുധാകരൻ. അംഗത്വം പുതുക്കുന്നില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. താൻ പരിഗണന അർഹിക്കുന്നില്ല എന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശം ശരിയായില്ലെന്ന് സുധാകരൻ. നാളെ മാധ്യമങ്ങളെ കാണും. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷം ചർച്ചകൾ അന്തിമഘട്ടത്തിലെന്ന് LDF കൺവീനർ. പേരാവൂരിൽ KK ശൈലജ തന്നെ മത്സരിക്കും. തളിപ്പറമ്പിൽ PK ശ്യാമള സ്ഥാനാർത്ഥി. ജില്ലാ നേതൃത്വം നൽകിയ ശുപാർശകൾ തള്ളി സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർ EDക്ക് മുന്നിൽ. ചോദ്യം ചെയ്തത് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ ജയിലിന് പുറത്തേക്ക്. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ദ്വാരപാലക ശില്പക്കേസിലും സ്വാഭാവിക ജാമ്യം. ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിച്ചവർക്ക് നന്ദി സന്ദേശം അയക്കാൻ അനുവാദം തേടി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. സംഭാവന നൽകിയവർക്ക് നന്ദി അറിയിക്കുന്നതിന് സ്പാർക്കിലെ ഡാറ്റ ഉപയോഗിക്കുന്നില്ലെന്ന് സർക്കാർ. ഇടുക്കിയിലെ പട്ടയ വിതരണത്തിന് വീണ്ടും ഹൈക്കോടതി സ്റ്റേ. പട്ടയ വിതരണത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചോ എന്ന് സർക്കാരിനോട് കോടതി. മികച്ച വാർത്താ അവതാരക സ്വപ്ന B. നായർ 15,000 രൂപ പ്രശസ്തി പത്ര ശില്പവും. പരിപാടി ഗുഡ് മോർണിംഗ് കേരളം, അമൃത ടെലിവിഷൻ. സംസ്ഥാന ടെലിവിഷൻ അവാർഡ് തിളക്കത്തിൽ അമൃത TV. മികച്ച വാർത്താ അവതാരക സ്വപ്ന B. നായർ. മികച്ച ടെലിസീരിയൽ അമൃത TVയുടെ മഴയെത്തും മുൻപേ. മഴയെത്തും മുൻപേയിൽ അഭിനയിച്ച കൃഷ്ണേന്ദ്രനും ശ്രീധന്യയും മികച്ച നടീനടന്മാർ. വിശദമായ വാർത്തകൾ നോക്കാം. ശ്രീലങ്കൻ തീരത്ത് ഇറാനിയൻ കപ്പൽ IRIS ധേനയ്ക്ക് നേരെ ആക്രമണം. 80 നാവികർ കൊല്ലപ്പെട്ടെന്ന് ശ്രീലങ്ക സ്ഥിരീകരിച്ചു. അതിനിടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നതായി റിപ്പോർട്ട്. പശ്ചിമേഷ്യ അശാന്തമാണ്. തുടർച്ചയായ 5-ാം ദിവസവും ഇസ്രയേൽ ഇറാൻ പ്രത്യാക്രമണം തുടരുകയാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഉൾപ്പെടെ പ്രതിരോധ ആയുധ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം തുടരുകയാണ്. ഇസ്ഫഹാൻ, ക്വാം, ഉർമിയ നഗരങ്ങളും ആക്രമിക്കപ്പെട്ടു. ഇറാനിലെ പ്രധാന കേന്ദ്രങ്ങൾക്ക് പുറമെ ലെബനോനിലും ഇസ്രയേൽ കനത്ത ബോംബാക്രമണം തുടരുകയാണ്. US മനുഷ്യാവകാശ സംഘടനയായ ഹരാനയുടെ കണക്കുകൾ പ്രകാരം ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നു. അതിനിടെ ശ്രീലങ്കൻ തീരത്ത് ഇറാനിയൻ കപ്പൽ US അന്തർവാഹിനി ആക്രമിച്ചു. ഇറാനിയൻ യുദ്ധക്കപ്പലായ IRIS ധേനയാണ് ആക്രമിക്കപ്പെട്ടത്. കപ്പൽ ആക്രമിച്ചത് തങ്ങളാണെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് സ്ഥിരീകരിച്ചു. ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് ഗാലയിലാണ് 180 പേരടങ്ങുന്ന ഇറാനിയൻ കപ്പലിന് നേരെ US ടോർപിഡോ അറ്റാക്ക് നടത്തിയത്. വിശാഖപട്ടണത്ത് നടന്ന മിലാൻ 2026 ബഹുരാഷ്ട്ര നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത ശേഷം ഇറാനിലേക്ക് മടങ്ങുകയായിരുന്ന മൗഡ്ജ് ക്ലാസ് യുദ്ധക്കപ്പലാണ് IRIS ധേന. യുദ്ധം തീവ്രമാകുന്ന സാഹചര്യത്തിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ വിലാപയാത്രയും അനുസ്മരണ ചടങ്ങുകളും താൽക്കാലികമായി മാറ്റിവെച്ചു. ഖമനിയുടെ സംസ്കാരം ഇറാൻ നഗരമായ മഷാദിൽ നടത്താനാണ് ഇടക്കാല ഭരണസമിതിയുടെ തീരുമാനം. എന്നാൽ സംസ്കാര തീയതി സംബന്ധിച്ച് ധാരണയിലെത്തിയിട്ടില്ല. സംഘർഷം കടുത്തതോടെ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ 3 എംബസികൾ അടച്ചുപൂട്ടുന്നതായി US അറിയിച്ചു. മേഖലയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണവും കുറച്ചിട്ടുണ്ട്. അമേരിക്കൻ പൗരന്മാർ എത്രയും പെട്ടെന്ന് ഇറാൻ വിടണമെന്ന കർശന നിർദ്ദേശവും നൽകി. UAE, സൗദി അറേബ്യ, ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന പൗരന്മാർക്ക് ചാർട്ടേഡ് വിമാന സൗകര്യം ഒരുക്കുന്നതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇറാന്റെ പുതിയ നേതാവിനെയും വധിക്കുമെന്ന് ഇസ്രായേലും ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയിൽ ഉടലെടുത്തിരിക്കുന്ന ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ സഹായഹസ്തവുമായി റഷ്യ. ഇന്ത്യക്ക് 95 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ എത്തിച്ചു നൽകുമെന്നാണ് റിപ്പോർട്ട്.
ഇന്ത്യൻ തീരത്തിനടുത്തിട്ടുള്ള കപ്പലുകളിലുള്ള എണ്ണ അടുത്ത ആഴ്ചകളിൽ തന്നെ ഇന്ത്യയിൽ എത്തിക്കുമെന്നാണ് വിവരം. ഗ്യാസ് വിതരണത്തിലും റഷ്യൻ സഹായം ലഭിച്ചേക്കും. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഇറക്കുമതി തടസ്സപ്പെട്ടതോടെയാണ് ഇന്ധന പ്രതിസന്ധി ഉണ്ടായത്. ഖത്തറിൽ നിന്നുള്ള LNG വിതരണം നിലച്ചതോടെ ഗ്യാസ് ക്ഷാമവും നേരിടുന്നുണ്ട്. നിലവിലെ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ശേഖരം ഏകദേശം 50 ദിവസത്തെ ആവശ്യത്തിന് മാത്രമേ തികയുള്ളൂവെന്ന് കേന്ദ്രം തന്നെ വ്യക്തമാക്കിയിരുന്നു. പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ ശേഖരവും പരിമിതമാണ്. സൗദി അറേബ്യയിലെ റാസ് തനൂറ റിഫൈനറിക്ക് നേരെ വീണ്ടും ഇന്ന് ഡ്രോൺ ആക്രമണം ശ്രമം. ഇന്ന് രാവിലെ റാസ് തനൂറ റിഫൈനറി ലക്ഷ്യമിട്ട് നടന്ന ആക്രമണ ശ്രമം വിജയകരമായി തടസ്സപ്പെടുത്തിയതായി സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി പറഞ്ഞു. നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നും എണ്ണ വിതരണത്തെയോ ഉൽപ്പാദനത്തെയോ ബാധിച്ചിട്ടില്ല എന്നും സൗദി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ദുബായിൽ നിന്ന് ശ്രീരാജ് കൈമൾ ചേരുകയാണ്. ശ്രീരാജ്, 5ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പശ്ചിമേഷ്യ അശാന്തമായി തുടരുകയാണ്. ഒപ്പം ഗൾഫ് രാഷ്ട്രങ്ങളും ആശങ്കയിലാണ്. ഏറ്റവും ഒടുവിലെ വിവരങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്? ഇന്നും ഇന്നലത്തേതുപോലെ തന്നെയാണ്. ഏകദേശം പൊതുവെ ഒരു സമാധാനപരമായ ഒരു സാഹചര്യമായിരുന്നു. ആക്രമണ ശ്രമങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും പൊതുവെ സമാധാനപരം തന്നെയായിരുന്നു ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ എന്ന് പറയാം. ഇന്നത്തെ അപ്ഡേറ്റുകൾ പ്രധാനമായുള്ളത് കുവൈറ്റിൽ നിന്ന് വരുന്ന ഒന്നാണ്. കുവൈറ്റിൽ നിന്ന് വരുന്നത് ഈ സന്ദർശക വിസ അവസാനിച്ചതും ഉടനെ അവസാനിക്കുന്നതുമായ സന്ദർശക വിസകൾ 1 മാസം കൂടി നീട്ടി നൽകുന്നുവെന്ന് കുവൈറ്റ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം രാജ്യത്തിന് പുറത്തുള്ള റെസിഡൻസിന് ആബ്സെൻസ് പെർമിറ്റ് 3 മാസം വരെ നീട്ടി നൽകുമെന്നും കുവൈറ്റ് അല്പം മുമ്പ് അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് UAE വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്ലാസുകൾ സംബന്ധിച്ച ഒരു അപ്ഡേറ്റ് ആണ്. മാർച്ച് 23-നായിരിക്കും ഇനി നേരിട്ടുള്ള പഠന രീതിയിലേക്ക് സ്കൂളുകൾ മാറുക എന്നാണ് ലഭിക്കുന്ന വിവരം. സ്പ്രിംഗ് ബ്രേക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് UAE. അതായത് ഈ മാസം മാർച്ച് 9 വരെ ദീർഘദൂര പഠന, അതായത് ഡിസ്റ്റൻസ് ലേണിംഗ് ആയിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അതിനുശേഷം സ്കൂളുകൾ അടയ്ക്കുമെന്നും 23-ന് തുറക്കുമെന്നുമാണ് ഇപ്പോൾ അറിയിക്കുന്നത്. മറ്റൊന്ന്, ഈ GCC രാജ്യങ്ങളിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം അല്പം മുമ്പ് നടന്നു. അല്പം മുമ്പാണ് അത് നടന്നത്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചു വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ ഇവിടുന്ന് നൽകാനായിട്ട് സാധിക്കുന്നതുണ്ട്. മറ്റൊന്ന്, UAE പ്രതിരോധ സേനയുടെ ഒരു കണക്കുകളാണ്. ഇന്ന് മാത്രം ഏതാണ്ട് 3 ബാലിസ്റ്റിക് മിസൈലുകളും 129 ഡ്രോണുകളും പ്രതിരോധിച്ചതായി UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതുപോലെ തന്നെ ആകെ പരിക്കേറ്റവരുടെ എണ്ണം 78 പേരാണെന്നും UAE പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. ഇന്ത്യക്കാരുൾപ്പെടെ, ഇന്ത്യൻ വംശജരുൾപ്പെടെയുള്ള ഇന്ത്യൻകാരുൾപ്പെടെയുള്ള ആളുകൾ പരിക്ക് പറ്റിയവരുടെ കൂടെയുണ്ട്. മറ്റൊന്ന്, ഒമാൻ തുറമുഖത്ത് ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച ഒരു കണ്ടെയ്നർ ടെർമിനലിൽ ഒരു പ്രൊജക്റ്റിൽ ഇടിച്ചതായി ബ്രിട്ടീഷ് മാരിടൈം ഏജൻസി അറിയിക്കുന്നുണ്ട്. എഞ്ചിൻ റൂമിൽ തീപിടുത്തമുണ്ടായെന്നും മറ്റ് അപകടങ്ങളൊന്നും ഇല്ല. ക്രൂ മെമ്പേഴ്സിനെ സുരക്ഷിതരായി പുറത്തെത്തിച്ചുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒമാൻ തീരത്ത് നിന്ന് 2 നോട്ടിക്കൽ മൈൽ ദൂരെയാണ് ഈ സംഭവം നടന്നത്. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ച റാസ് തനൂറ ഓയിൽ റിഫൈനറിക്ക് നേരെ നടന്ന ഒരു ഡ്രോൺ ആക്രമണ ശ്രമത്തെ സംബന്ധിച്ചതാണ്. പിന്നെ യാത്രകളുമായി ബന്ധപ്പെട്ട, വിമാനയാത്രകളുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്, ചില എയർലൈനുകൾ ഈ സ്പെഷ്യൽ ഫ്ലൈറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എയർ അറേബ്യ അവരുടെ സാധാരണ സർവീസുകൾ മാർച്ച് 9 വരെ ഉണ്ടാവില്ലെന്ന് അറിയിക്കുന്നുണ്ട്. ഫുജേറ, UAE ഫുജേറ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഒമാനിലെ സലാം എയറുമായി ചേർന്നുകൊണ്ട് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുമെന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന്, UAE ചില ഈ ബാങ്കിങ് സേവനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തടസ്സം നേരിട്ടിരുന്നു. അതെല്ലാം റെഡി ആയിട്ടുണ്ടെന്നും, അതായത് പൂർണ്ണതോതിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ബാങ്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ ജബലലി പോർട്ട് പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് DP വേൾഡും അറിയിക്കുന്നുണ്ട്, ദുബായിലേത്. മറ്റൊന്ന്, UAE ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. നമ്മളത് റിപ്പോർട്ട് ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇന്നും UAE ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഉറപ്പിക്കുന്നുണ്ട്. അതായത് ഈ യുദ്ധത്തിൽ UAE ഒരു കക്ഷിയല്ലെന്നും ഇറാനെതിരായ
ഏതെങ്കിലും ഒരു ആക്രമണത്തിന് തങ്ങളുടെ പ്രദേശമോ ജലപാതയോ വ്യോമാതിർത്തിയോ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടില്ലെന്നും UAE വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര നിയമത്തിനും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിനും കീഴിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സ്വയം പ്രതിരോധത്തിനുള്ള നിയമപരമായ അവകാശം നിലനിർത്തുമെന്നുമാണ് UAE വ്യക്തമാക്കുന്നത്. ഖത്തറിൽ നിന്നുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അല്ലുദൈദ് US ബേസിൽ ഒരു മിസൈൽ ആക്രമണം ഉണ്ടായെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. 2 തവണ ഉണ്ടായെന്നും 1 പ്രതിരോധിക്കാനായി സാധിച്ചുവെന്നാണ് അറിയിക്കുന്നത്. ഇത്രയുമാണ് ഇന്ന് ഇവിടെ നിന്നുള്ള അപ്ഡേറ്റ്. പൊതുവെ ഒരു സമാധാനപരമായ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഗൾഫ് രാജ്യങ്ങൾ ഇന്നും കടന്നുപോയതെന്ന് തന്നെ പറയാം. വ്യക്തമാണ് ശ്രീരാജ്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ശ്രീരാജ് ഖൈമൺ. മറ്റു വാർത്തകൾ നോക്കാം. മുതിർന്ന CPM നേതാവ് G സുധാകരൻ പാർട്ടി വിടാൻ ഒരുങ്ങുകയാണ്. താൻ പരിഗണന അർഹിക്കുന്നില്ല എന്ന MV ഗോവിന്ദന്റെ പരാമർശം ശരിയായില്ലെന്ന് G സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പാർട്ടിയിൽ തുടർന്ന് ആരെയും ബുദ്ധിമുട്ടിക്കാൻ തനിക്ക് ആഗ്രഹമില്ല എന്നും മെമ്പർഷിപ്പ് പുതുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ സുധാകരൻ പറയുന്നു. നാളെ സുധാകരൻ മാധ്യമങ്ങളെ കാണും. G സുധാകരൻ ഒരു പരിഗണനയും അർഹിക്കുന്നില്ല എന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നതിന്റെ വീഡിയോ അടക്കം പങ്കുവച്ചാണ് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. CPM അംഗത്വം പുതുക്കില്ല എന്നും നേതാക്കളെ ബുദ്ധിമുട്ടിച്ച് പാർട്ടിയിൽ തുടരാനില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസറിന്റെയും ഭാഗത്തു നിന്നുമുണ്ടാകുന്ന തുടർച്ചയായ അവഗണനയും പരിഹാസവുമാണ് തന്നെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് സുധാകരൻ കുറിച്ചു. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ സ്വീകരിച്ച പരിഹാസ രൂപേണയുള്ള നിലപാടാണ് സുധാകരനെ ചൊടിപ്പിച്ചത്. പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കിയ ശേഷം കഴിഞ്ഞ 5 വർഷമായി തന്നെ പാർട്ടി പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. അഴിമതിരഹിത പ്രതിച്ഛായയുള്ള തന്നോട് കാണിക്കുന്നത് ക്രൂരമായ അനീതിയാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നേരിടേണ്ടി വന്ന സൈബർ ആക്രമണങ്ങളിൽ നേതൃത്വം മൗനം പാലിച്ചതും വല്ലാതെ വേദനിപ്പിച്ചു എന്നും കുറിപ്പിൽ പറയുന്നു. മുൻപ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അമൃത വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലും ഇത്തവണ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും അതിനുശേഷം പൂർണ്ണ വിശ്രമത്തിലേക്ക് കടക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ നിഷേധിക്കേണ്ട കാര്യം അത് 1 മാസം മുമ്പാണത് പറഞ്ഞത്. തീരുമാനമെടുത്താൽ മത്സരിക്കുക എന്നുള്ള ഡിമാൻഡൊന്നുമല്ല എന്ന് ഉന്നയിച്ചത്. ഞാനങ്ങനെ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുന്ന ആളുടെ അപൂർവം. ഇത്തവണ ഇങ്ങനെ കണ്ട് പറഞ്ഞത്. ഇത് കഴിഞ്ഞാൽ മത്സരിക്കേണ്ട കാര്യമില്ല. മത്സരിക്കുകയാണെങ്കിൽ ലാസ്റ്റ് മത്സരമായിരിക്കും, ജയിക്കും എന്തായാലും. ആളുകൾ വന്ന് പറയല്ലേ, അതുകൊണ്ടാണല്ലോ നമുക്ക് മുന്നോട്ട് വന്ന് പറയല്ലേ. എന്നാൽ ജില്ലയിലെ സ്ഥാനാർത്ഥി പട്ടിക തെളിഞ്ഞതോടെ അവഗണന നേരിടുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പാർട്ടി ബന്ധം ഉപേക്ഷിക്കാൻ സുധാകരൻ തീരുമാനിക്കുകയായിരുന്നു. അതേസമയം വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നും വരും ദിവസങ്ങളിൽ വിശദമായി മാധ്യമങ്ങളെ കാണുമെന്നും സുധാകരന്റെ കുടുംബം അറിയിച്ചു. നേതൃത്വത്തിനോടുള്ള വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ച് സുധാകരൻ പാർട്ടി വിടുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് CPMന് കൂടുതൽ തലവേദന നൽകുമെന്നുറപ്പാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാവ് G സുധാകരനെ അനുനയിപ്പിക്കാൻ CPM ശ്രമം. ജില്ലാ സെക്രട്ടറി R നാസർ G സുധാകരനുമായി ഫോണിൽ സംസാരിച്ചു. തന്റെ പ്രതിഷേധം സുധാകരൻ നാസറിനെ അറിയിച്ചു. അംഗത്വ ഫോറം പൂരിപ്പിച്ച് നൽകില്ലെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് സുധാകരൻ. വിഷയത്തിൽ സംസ്ഥാന നേതൃത്വവും ഇടപെട്ടേക്കും. അതിനിടെ പറവൂരിലെ തന്റെ വീട് പൂട്ടി G സുധാകരൻ. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ വീട്ടിലെത്തിയതിന് പിന്നാലെയാണ് ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയിട്ടത്. CPM സ്ഥാനാർത്ഥി പട്ടികയിൽ ജില്ലാ നേതൃത്വം നൽകിയ ശുപാർശകൾ തള്ളി സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പേരാവൂരിൽ KK ശൈലജ തന്നെ മത്സരിക്കും. തളിപ്പറമ്പിൽ PK ശ്യാമളയെ മാറ്റണമെന്ന പ്രാദേശിക വികാരം കണക്കിലെടുത്തില്ല. M സ്വരാജനും MM മണിക്കും വേണ്ടിയുള്ള ജില്ലാ ഘടകങ്ങളുടെ ആവശ്യവും തള്ളിക്കളഞ്ഞു. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ മത്സരിക്കും. നാളെ ചേരുന്ന CPM സംസ്ഥാന സമിതി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ അംഗീകാരം നൽകും. CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ജില്ലാ ഘടകങ്ങൾ നിർദ്ദേശിച്ച പല പേരുകളിലും മണ്ഡലങ്ങളിലും വിയോജിപ്പുകൾ ഉയർന്നിരുന്നു. കണ്ണൂർ ഘടകം നിർദ്ദേശിച്ച പട്ടികയിൽ തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ പേരിലെ എതിർപ്പ് CPM അനുഭാവികൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരസ്യമാക്കിയിരുന്നു. മട്ടന്നൂർ കിട്ടാത്തതിലെ വിയോജിപ്പ് KK ശൈലജ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പേരാവൂർ നിർദ്ദേശിച്ചെങ്കിലും ജില്ലാ ഘടകത്തിലും ചില തർക്കങ്ങളുണ്ടായിരുന്നു. MM മണിയുടെയും M സ്വരാജിന്റെയും പേരുകൾ ജില്ലാ കമ്മിറ്റികൾ നിർദ്ദേശിച്ചതും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെട്ടിയിരുന്നു. പലതിലും അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ലാ ഘടകത്തിലെ എതിർപ്പുകൾ കണക്കിലെടുത്തില്ല. പേരാവൂരിൽ KK ശൈലജ തന്നെ സ്ഥാനാർത്ഥിയാകും.
തളിപ്പറമ്പിൽ PK ശ്യാമളയും മത്സരിക്കും. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനും ജനവിധി തേടും. ഉടുമ്പൻചോലയിൽ KK ജയചന്ദ്രനും തൃപ്പൂണിത്തുറയിൽ KN ഉണ്ണികൃഷ്ണനും സ്ഥാനാർത്ഥികളാകും. പ്രാദേശികമായി ഉയരുന്ന വിയോജിപ്പുകളെ പ്രാദേശികമായി തന്നെ കണ്ടാൽ മതിയെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൊതുവായി വിലയിരുത്തി. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകാൻ നാളെ സംസ്ഥാന സമിതി ചേരും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റുകൾ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. അതേസമയം സീറ്റ് വിഭജനത്തെ ചൊല്ലി ഇടതുമുന്നണിയിൽ തർക്കങ്ങൾ ഇല്ല എന്നും ചർച്ചകൾ പൂർത്തിയായിട്ടില്ല എന്നും കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. വിജ്ഞാപനം വന്നാൽ തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും LDF കൺവീനർ പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കി വരികയാണ്. സീറ്റ് വിഭജന ചർച്ച തുടരുന്നുണ്ട്. മുന്നണിയിലെ എല്ലാ പാർട്ടികളും വളരെ സംതൃപ്തമായ നിലയിലാണ് പ്രശ്നങ്ങളെ സമീപിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. തീയതി പ്രഖ്യാപിക്കുന്ന ദിവസം ഇപ്പോഴും അവ്യക്തമാണ്. കുവൈറ്റിൽ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഫെബ്രുവരി 28 മുതൽ കാലാവധി കഴിഞ്ഞതോ അവസാനിക്കാനിരിക്കുന്നതോ ആയ എല്ലാത്തരം സന്ദർശന വിസകളുടെയും കാലാവധി 1 മാസത്തേക്ക് ദീർഘിപ്പിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിലെ താമസകാര്യ വിഭാഗമാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. റെസിഡൻസി അഫയേഴ്സ് വകുപ്പുകൾ സന്ദർശിക്കാതെ തന്നെ ഓട്ടോമാറ്റഡ് സംവിധാനം വഴി സ്വമേധയാ വിസ പുതുക്കപ്പെടും. നിലവിലെ അസാധാരണ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഈ കാലയളവിൽ ബാധകമായ എല്ലാ ഫീസുകളും പിഴകളും ഒഴിവാക്കപ്പെടും. അതേപോലെ രാജ്യത്തിന് പുറത്ത് 6 മാസത്തിലധികം കഴിയുന്നവർക്കും ഈ തീയതി മുതൽ 3 മാസത്തേക്ക് വിസ കാലാവധി സ്വമേധയാ ദീർഘിപ്പിച്ചു നൽകും. ഇതിനായി പ്രത്യേക അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. രാജ്യത്തെ സംഭവ വികാസങ്ങളെ ആശ്രയിച്ച് ഈ ആനുകൂല്യം കൂടുതൽ വിപുലീകരിക്കുന്നതിന് വിധേയമാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകൾ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് കുവൈറ്റ് നാഷണൽ ഗാർഡ് പൗരന്മാർക്കും താമസക്കാർക്കും മുന്നറിയിപ്പ് നൽകി. നിരുപദ്രവകരമെന്ന് തോന്നുന്ന ചിത്രങ്ങൾ പോലും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് ശത്രുക്കൾക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാനും അവ ചൂഷണം ചെയ്യാനുമാവും. ഫോട്ടോകൾക്ക് ചലനങ്ങളുടെയും ഒത്തുചേരലുകളുടെയും സമയം കൃത്യമായി സൂചിപ്പിക്കാനും റോഡുകൾ, പ്രവേശന കവാടങ്ങൾ, പുറത്തേക്കുള്ള കവാടങ്ങൾ എന്നിവയെക്കുറിച്ച് വെളിപ്പെടുത്താനും കഴിയും. ഇതിനു പുറമെ ഭൂമിശാസ്ത്രപരമായ സ്ഥലങ്ങളും ആളുകളുടെ ദൈനംദിന ദിനചര്യകളും കൃത്യമായി ചൂണ്ടിക്കാണിക്കാനും ഇതുവഴി ആക്രമണത്തിന് ലക്ഷ്യമാക്കുന്ന സ്ഥലങ്ങൾ സംബന്ധിച്ച് ശത്രുക്കൾക്ക് കൃത്യമായ വിശകലനം ചെയ്യാൻ സഹായകരമാകുമെന്നും അധികൃതർ വിശദീകരിച്ചു. ഇത്തരം ഫോട്ടോകൾ സിവിലിയന്മാരെ അപകടത്തിലാക്കുവാനും ശത്രുക്കൾക്ക് സുപ്രധാന സ്ഥലങ്ങൾ ലക്ഷ്യമിടുന്നത് സുഗമമാക്കുമെന്നും നാഷണൽ ഗാർഡ് ചൂണ്ടിക്കാട്ടി. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കുവൈറ്റിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കി ഇന്ത്യൻ എംബസി. മേഖലയിലെ നിലവിലെ സാഹചര്യത്തിൽ കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹം സുരക്ഷിതരാണെന്ന് സ്ഥാനപതി പരമിത ത്രിപതി അറിയിച്ചു. കുവൈറ്റിലെ മാധ്യമപ്രവർത്തകരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു സ്ഥാനപതി. ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ കുവൈറ്റിലുള്ള ഒരു ഇന്ത്യക്കാരനും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. കുവൈറ്റ് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ യാത്രക്കാരുടെ പ്രശ്നത്തിൽ എംബസി സജീവമായി ഇടപെട്ടു വരികയാണെന്നും വ്യക്തമാക്കി. ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക, വാർത്തകൾക്കായി ഔദ്യോഗിക കേന്ദ്രങ്ങളെ മാത്രം ആശ്രയിക്കുക തുടങ്ങിയ വിഷയങ്ങൾ സ്ഥാനപതി വിശദീകരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇനിയും നെല്ലും പതിരും തിരിച്ചറിഞ്ഞിട്ടില്ല. കേസിൽ ഇന്ന് തന്ത്രി കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. EDയുടെ കൊച്ചിയിലെ ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ സാമ്പത്തിക ഇടപാടുകളാണ് ED അന്വേഷിക്കുന്നത്. ED രജിസ്റ്റർ ചെയ്ത കേസിൽ തന്ത്രിയെ സാക്ഷിയാക്കിയേക്കുമെന്നാണ് സൂചന. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ED ചോദ്യം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തന്ത്രിയുടെ ബന്ധം, ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ED അന്വേഷിക്കുന്നത്. SIT രജിസ്റ്റർ ചെയ്ത കേസിൽ 41 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം അടുത്തിടെയാണ് തന്ത്രിക്ക് ജാമ്യം ലഭിച്ചത്. കേസിൽ തന്ത്രിയെ സാക്ഷിയാക്കിയേക്കും. ആകെ 28 പേരാണ് ED പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നടൻ ജയറാം ഉൾപ്പെടെ കേസിൽ സാക്ഷികളായവരെ കഴിഞ്ഞ ആഴ്ചകളിൽ വിളിച്ചുവരുത്തി മൊഴിയെടുത്തിരുന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിനെ എൻഫോഴ്സ്മെന്റ് അധികൃതർ കഴിഞ്ഞ ദിവസം 7 മണിക്കൂറിലധികം ചോദ്യം ചെയ്തു. 3 മാസത്തോളം ജയിലിലായിരുന്ന N വാസുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചതിന് പിന്നാലെയായിരുന്നു EDയുടെ ചോദ്യം ചെയ്യൽ. ഇതുവരെ രേഖപ്പെടുത്തിയ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ED തുടർ നടപടികൾ സ്വീകരിക്കുക. അമൃത ന്യൂസ്, കൊച്ചി.
ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറും ജയിലിന് പുറത്തേക്ക്. ദ്വാരപാലക ശില്പക്കേസിൽ പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചു. പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാഞ്ഞതിനാൽ നേരത്തെ കട്ടിലപ്പാളി കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. 2 കേസുകളിലും ജാമ്യം ലഭിച്ച പത്മകുമാർ ഇന്ന് ജയിലിന് പുറത്തേക്കിറങ്ങി. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ A. പത്മകുമാറിന് കൂടി ജാമ്യം ലഭിച്ചതോടെ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന പ്രതികളുടെ എണ്ണം 8ആയി. ഇതിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പത്മകുമാറിനും ഉൾപ്പെടെ 6 പേർക്കാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. കഴിഞ്ഞ നവംബർ 20-നാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാർ അറസ്റ്റിലായത്. കേസിൽ റിമാൻഡിൽ കഴിയവേ ഡിസംബർ 4-ന് ദ്വാരപാലക ശില്പ കേസിലും പ്രതി ചേർത്ത് SIT അറസ്റ്റ് രേഖപ്പെടുത്തി. കട്ടിലപ്പാളി കേസിൽ റിമാൻഡ് 90 ദിവസം പൂർത്തിയാക്കിയ പത്മകുമാറിന് ഫെബ്രുവരി 20-ന് കൊല്ലം വിജിലൻസ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരുന്നു. തുടർന്നാണ് ദ്വാരപാലക ശില്പ കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി വാദം കേൾക്കാൻ 5-ാം തീയതിയിലേക്ക് മാറ്റി. മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ സാവകാശം തേടിയ പശ്ചാത്തലത്തിലാണ് ഹർജി വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയത്. അമൃത ന്യൂസ്, കൊല്ലം. ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിച്ചവർക്ക് നന്ദി സന്ദേശം അയക്കാൻ അനുവാദം തേടി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. സംഭാവന നൽകിയവർക്ക് നന്ദി അറിയിക്കുന്നതിന് സ്പാർക്കിലെ ഡാറ്റ ഉപയോഗിക്കുന്നില്ല എന്ന് സർക്കാർ. ഹർജി നാളെ കോടതി പരിഗണിക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുവാനുള്ള സർക്കാരിന്റെ ശ്രമത്തിന് സഹായം നൽകിയവർക്ക് നന്ദി അറിയിക്കുവാനും സന്ദേശം അയക്കുവാനുമാണ് ഹൈക്കോടതിയിൽ സർക്കാർ അനുമതി ആവശ്യപ്പെട്ടത്. തിരഞ്ഞെടുപ്പെടുത്ത സമയം ഉദ്യോഗസ്ഥർക്ക് ഭരണനേട്ടം വിവരിക്കുന്ന സന്ദേശമയച്ചത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ജീവനക്കാർ നൽകിയ സ്വകാര്യ ഫോൺ നമ്പറുകൾ അവരുടെ അനുവാദമില്ലാതെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിച്ചെന്നായിരുന്നു ആരോപണം. ഇതിനായി സ്പാർക്കിലെ ഡാറ്റ ദുരുപയോഗം ചെയ്തെങ്കിൽ ഇത് അനുവദിക്കാനാവില്ലെന്ന് കോടതിയും നിലപാടെടുത്തിരുന്നു. തുടർന്നുള്ള സന്ദേശങ്ങൾ വിലക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് സർക്കാരിന് നന്ദി സന്ദേശം അയക്കുവാൻ കോടതിയോട് അനുവാദം ചോദിക്കേണ്ടി വന്നത്. സ്പാർക്കിലെ ഡാറ്റ ഉപയോഗിക്കുന്നില്ലെന്നും സർക്കാർ അറിയിച്ചു. ഹർജിക്കാരുടെ എതിർ സത്യവാങ്മൂലം കൂടി പരിഗണിച്ച ശേഷം കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അമൃത ന്യൂസ്, കൊച്ചി. ഇടുക്കി ജില്ലയിലെ പട്ടയ വിതരണത്തിന് വീണ്ടും ഹൈക്കോടതി സ്റ്റേ. പട്ടയ വിതരണത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചോ എന്ന് സർക്കാരിനോട് കോടതി. ചീഫ് സെക്രട്ടറി മറുപടി നൽകാൻ നിർദ്ദേശം. ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ച ശേഷം സർക്കാർ പഴയ പട്ടിക അതേപോലെ തന്നെ പട്ടയ വിതരണത്തിനായി ഉപയോഗിച്ചതാണ് സർക്കാരിന് തന്നെ തിരിച്ചടിയായത്. കോടതി വിധി വന്നയുടനെ തന്നെ 2000-ഓളം പട്ടയം സർക്കാർ വിതരണം ചെയ്തിരുന്നു. എന്നാൽ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഉത്തരവിലുണ്ടായിട്ടും ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെയായിരുന്നു പട്ടയ വിതരണം എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇതേ തുടർന്നാണ് പട്ടയ വിതരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വീണ്ടും തടഞ്ഞത്. നിലവിൽ വിതരണം ചെയ്ത പട്ടയങ്ങളുടെ വിശദാംശങ്ങൾ സത്യവാങ്മൂലമായി ഫയൽ ചെയ്യാൻ ചീഫ് സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശം നൽകി. 1971 മുൻപ് ഭൂമി കൈവശം വെച്ചവർക്ക് അന്നുണ്ടായിരുന്ന കൈവശ ഭൂമിക്ക് മാത്രം പട്ടയം നൽകുവാനും കൂടുതൽ ഭൂമി വീണ്ടും കൈവശം ഉള്ളവർക്ക് മുഴുവൻ ഭൂമിക്കുമുള്ള പട്ടയം നൽകരുതെന്നുമാണ് കോടതി മുൻപ് നിർദ്ദേശം നൽകിയിരുന്നത്. അളവിൽ കൂടുതൽ ഭൂമിക്ക് പട്ടയം നൽകരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടും സർക്കാർ അത് പാലിച്ചില്ലെന്നാണ് കോടതി ഇപ്പോൾ വിലയിരുത്തുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. 33ാമത് സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ അമൃത ടിവിക്ക് അവാർഡ് തിളക്കം. അമൃത ടിവിയുടെ മഴയത്തു മുമ്പേ മികച്ച ടെലി സീരിയലായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നടനുള്ള പുരസ്കാരം അമൃത ടിവി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയായ കൃഷ്ണേന്ദ്രനും നടിക്കുള്ള പുരസ്കാരം ശ്രീധന്യയും സ്വന്തമാക്കിയപ്പോൾ മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള പുരസ്കാരത്തിന് അമൃത ടിവി ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ സ്വപ്ന ബി നായർ അർഹയായി. മികച്ച ടെലി സീരിയൽ മഴയെത്തു മുമ്പ് അമൃത ടിവി. സംവിധാനം ജിജോ വർഗീസ് ആന്റണി 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. നിർമ്മാണം അരുൺ രാജ് ആർ 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. തിരക്കഥ ദിനേശ് പള്ളത്ത് 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. മികച്ച നടൻ കൃഷ്ണചന്ദ്രൻ 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. അത് ടെലി സീരിയൽ ടെലിഫിലിം. പരിപാടി മഴയെത്തു മുമ്പ് അമൃത ടിവി. മികച്ച നടി ശ്രീധന്യ 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും മഴയെത്തു മുമ്പ് അമൃത ടിവി. മികച്ച വാർത്താ അവതാരക സ്വപ്ന ബി നായർ 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി ഗുഡ് മോർണിംഗ് കേരളം അമൃത ടെലിവിഷൻ. 2024 സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ അമൃത ടിവി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി. മികച്ച ടെലി സീരിയലായി തെരഞ്ഞെടുത്തത് അമൃത ടിവി സംപ്രേഷണം ചെയ്ത മഴയെത്തും മുമ്പെയാണ്. എന്റെ നഷ്ടത്തിന്റെ വേദന ആയുഷ്കാലം എന്നെ കൊത്തിവലിക്കുന്നതാ. അതെനിക്ക് കൂട്ടിവെക്കാനുള്ളതല്ല ലക്ഷ്മി. സാരിങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒന്നും അവർക്ക് പറ്റില്ല. ആകാശ
ആകാശം വെട്ടിപ്പിടിക്കണമെന്ന് വിചാരിച്ചാ അതിനുള്ള കരുത്തുണ്ട് സാരംഗിന്. മികച്ച സംവിധായകനായി ജിജോ വർഗീസ് ആന്റണിയും മികച്ച നിർമ്മാതാവായി അരുൺ രാജ് ആർ, തിരക്കഥാകൃത്തായി ദിനേശ് പള്ളത്തും മികച്ച നടനായി മഴയത്തും മുംബൈയിലെ അഭിനയത്തിന് അമൃത TV എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയായ കൃഷ്ണചന്ദ്രനും നടിയായി ശ്രീധന്യയുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അഭിനയത്തിനുള്ള ആദ്യ പുരസ്കാരമാണിതെന്നും ഏറെ സന്തോഷമുണ്ടെന്നും കൃഷ്ണചന്ദ്രൻ പറഞ്ഞു. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സന്തോഷം അത് പ്രത്യേകിച്ച് നമ്മുടെ അമൃത TVയുടെ തന്നെ സീരിയലില് ഇതിന് കിട്ടിയതിന് ഒരു സന്തോഷം. അതിൽ പ്രത്യേക എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നില്ല. ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ളൊരു നിലയ്ക്കുള്ള ക്യാരക്ടേഴ്സ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഇത് സോഫ്റ്റ്നെസ്സിൽ കൂടെ ഒരു വില്ലനിസം കാണിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു അത്. എന്തായാലും അതിന് കിട്ടിയതിൽ വലിയ സന്തോഷം. മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള പുരസ്കാരത്തിന് അമൃത TV ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ സ്വപ്ന ബി നായരും അർഹയായി. പ്രഭാത വാർത്ത ഗുഡ് മോർണിംഗ് കേരളത്തിന്റെ അവതരണത്തിനാണ് പുരസ്കാരം. മികച്ച സംവിധായകനും നിർമ്മാതാവിനും 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 15,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് മറ്റു പുരസ്കാരങ്ങൾ. അമൃത TVയും കോഡെക്സ് മീഡിയയും നൽകുന്ന പിന്തുണയും ടെലി സീരിയലിൽ അമൃത പുലർത്തുന്ന മേന്മയുമാണ് അവാർഡ് നേട്ടത്തിന് അർഹമാക്കിയതെന്ന് മഴയെത്തും മുൻപേ ടെലി സീരിയൽ തിരക്കഥാകൃത്ത് ദിനേശ് പള്ളത്ത് പറഞ്ഞു. അമൃത TVയും കോഡെക്സ് മീഡിയയും എനിക്ക് സ്വന്തം കുടുംബം പോലെയാണ്. ആ കുടുംബത്തിലേക്ക് സ്റ്റേറ്റ് അവാർഡ് വന്ന് കയറുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കഥാവിഭാഗത്തിൽ 13 ടെലി സീരിയലുകളും 34 ടെലി ഫിലിമുകളും കുട്ടികളുടെ 10 ഹ്രസ്വചിത്രങ്ങളും 18 വിനോദ പരിപാടികളും 6 ഹാസ്യ പരിപാടികളും ഉൾപ്പെടെ 81 എൻട്രികളാണ് അവാർഡിനായി ലഭിച്ചതെന്ന് അവാർഡ് പ്രഖ്യാപനം നടത്തിയ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പശ്ചിമേഷ്യയിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അർജന്റീന സ്പെയിൻ ഫൈനലിസിമ മത്സരം അനിശ്ചിതത്വത്തിലാണ്. സൂപ്പർ താരം ലയണൽ മെസ്സിയും ലെമിൻ യമാലും നേർക്കുനേർ വരുന്ന മത്സരമാണ് ഫൈനലിസിമ. ഈ മാസം 27-ന് ഖത്തർ തലസ്ഥാനമായ ദോഹയിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ മത്സരം നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. സംഘർഷം തുടർന്നാൽ മത്സരം മാറ്റിവെക്കാനാണ് സാധ്യത. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.